ഹായ്, ഞാൻ ഡോക്ടർ ഐശ്വര്യ, MO, നാസ് ക്ലിനിക് മുക്കം, കോഴിക്കോട്. ഇന്ന് നമ്മൾ PCOD കാരണം കഴുത്തിലും ഇല്ലെങ്കിൽ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുപ്പ് നിറം എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നോക്കാം. PCOD അല്ലെങ്കിൽ PCOS, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. ഇപ്പോൾ മെലിഞ്ഞവരെന്നില്ല തടിച്ചവരെന്നില്ല, ഏത് ശരീരഘടനയിൽപ്പെട്ടവർക്കും ഉണ്ടായി വരുന്ന ഒരു കോമൺ കണ്ടീഷനായി മാറിയിട്ടുണ്ട് PCOD എന്ന് പറയുന്നത്. നമ്മുടെ ഈ ജീവിതശൈലിയിലെ മാറ്റങ്ങളും നമ്മളെ ഭക്ഷണക്രമത്തിലെ മാറ്റവും പിന്നെ വ്യായാമം ചെയ്യാതിരിക്കലൊക്കെ ഇതിന് മെയിനായിട്ടുള്ളൊരു കാരണം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരു ജീവിതശൈലി രോഗമായിട്ട് മാറുന്നതും. സോ ഈ ഒരു PCOD ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ആർത്തവത്തിലെ ക്രമക്കേടാണ് മെയിനായിട്ട് കണ്ടുവരാറ്. അല്ലെങ്കിൽ ക്ലോട്ടായിട്ട് ബ്ലഡ് പോവുക, അല്ലെങ്കിൽ പീരിയഡ്സ് ആവുന്ന ടൈമിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള വയറുവേദന, ഡിസ്മെനോറിയ എന്ന് പറയും, അങ്ങനെ ഒരു കണ്ടീഷൻ വരും. അല്ലെങ്കിൽ അധിക പേർക്കും കണ്ടുവരുന്നത് ഒരു 2-3 മാസം പീരിയഡ്സ് ഇല്ലാതിരിക്കുക, അതിനെ നമ്മൾ അമിനോറിയ എന്ന് പറയും. അഥവാ ഇവർ പീരിയഡ്സ് ആവുകയാണെങ്കിൽ തന്നെ ചിലർക്ക് ബ്ലീഡിങ്, അങ്ങനെ ഒരു ബുദ്ധിമുട്ടും കൂടി കണ്ടുവരുന്നുണ്ട്. നമ്മൾ USG അബ്ഡോമൻ പ്ലസ് പെൽവിസ് സ്കാനിങ് ചെയ്യുമ്പോൾ തന്നെ PCOD ഉള്ളവർക്ക് ഓവറീസിൽ ഈ പോളിസിസ്റ്റിക് ചേഞ്ചസ് കാണാം. കൂടാതെ ഇവരുടെ ബ്ലഡിൽ മെയിൽ ഹോർമോൺസ് ആയിട്ടുള്ള ആൻഡ്രോജനോ ടെസ്റ്റോസ്റ്റിറോണൊക്കെ അളവ് കൂടുന്നതായിട്ടും കാണാം. സോ ഇങ്ങനെയുള്ളവർക്ക് മുഖത്ത് രോമ വളർച്ച, അതാണ് ഹിർസ്യൂട്ടിസം എന്ന് പറയുന്നത്, അങ്ങനെ ഒരു കണ്ടീഷനും ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നുണ്ട്. കൂടാതെ PCOD ഉള്ളവർക്ക് മുഖത്ത് കൂടുതലായിട്ട്, അത് ഈ ഒരു ഏരിയയിൽ മുഖക്കുരു കൂടുതലായിട്ട് വരാം, ഇല്ലെങ്കിൽ നെറ്റിയുടെ ഭാഗത്ത്, കഴുത്തിൽ, കക്ഷത്തിൽ, ഇല്ലെങ്കിൽ കൈമുട്ടിലൊക്കെ കൂടുതലായിട്ട് കറുപ്പ് നിറം കണ്ടുവരുന്നുണ്ട്. ഈ ഒരു കറുപ്പ് നിറത്തിൻ്റെ കൂടെ തന്നെ നമ്മുടെ കഴുത്തിൽ അല്ലെങ്കിൽ മുഖത്തൊക്കെ സ്കിൻ ടാഗ് ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെന്നുള്ളത് കാണിക്കുന്നതാണ്. ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ PCOD പേഷ്യൻസ് തടി കൂടാനും ഇത് കാരണമാകും. കൂടാതെ ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനുള്ളൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ നമ്മുടെ ഈ ഓവുലേഷൻ കറക്റ്റ് ടൈമിൽ നടക്കാത്തതുകൊണ്ടും ഇല്ലെങ്കിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ PCOD പേഷ്യൻസിന് ഭാവിയിൽ ഇതൊരു ഇൻഫെർട്ടിലിറ്റി ആയി മാറാനും ചാൻസ് ഉണ്ട്. PCOD ഒരു ജീവിതശൈലി രോഗമായതുകൊണ്ട് തന്നെ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ PCOD ഇല്ലാതാക്കാൻ സഹായിക്കും. സോ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റ്, ഒരു 30 to 45 മിനിറ്റ് എക്സസൈസ് ഡെയിലി എന്നുള്ള രീതിക്ക് ചെയ്യുക ഒക്കെ നമ്മുടെ ഈ PCOD മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും. കൂടാതെ ഹോമിയോപ്പത്തിക് മെഡിസിൻസ് ഉപയോഗിച്ച് നമുക്ക് PCODയോ ഇല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാം. PCODയുടെ ലക്ഷണങ്ങളൊക്കെ അവഗണിച്ചാൽ നിങ്ങൾക്ക് ഭാവിയിൽ ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷൻ ആൻഡ് കാർഡിയാക് ഡിസീസ് പോലുള്ള കണ്ടീഷൻസൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. PCOD ട്രീറ്റ് ചെയ്യാതിരുന്നാൽ ഭാവിയിൽ നിങ്ങൾക്ക് എൻഡോമെട്രിയൽ ക്യാൻസർ ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ഡയറ്റിൽ ഹൈ കലോറി ഫുഡുകളൊക്കെ ഒഴിവാക്കുക, അതുപോലെ 30 to 45 മിനിറ്റ് എക്സസൈസൊക്കെ നിങ്ങളുടെ ആർത്തവം കറക്റ്റ് ചെയ്യാനും കൂടാതെ ഈ പ്രഗ്നൻ്റ് ആവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കൺസീവ് ചെയ്യാനും ഇത് സഹായിക്കും. ഈ PCOD ഉള്ള പേഷ്യൻസിൻ്റെ നമുക്ക് മുഖം ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും അവർക്ക് PCOD ഉണ്ടോ ഇല്ലയോ എന്ന്. കാരണം അവരുടെ ഫേസിൽ നല്ല ആക്നെ ഉണ്ടായിരിക്കും, ഹെയർ ഗ്രോത്ത് ഉണ്ടായിരിക്കും, അതുപോലെ ഫേസിലും കഴുത്തിലൊക്കെ ഡിസ്കളറേഷൻ ഉണ്ടായിരിക്കും, പിന്നെ സ്കിൻ ടാഗുകളും അവർക്ക് പ്രകടമായിട്ട് കാണാം. ഇത്തരം ബുദ്ധിമുട്ടുള്ളവർ അവരുടെ ജീവിതശൈലിയിൽ തന്നെ മാറ്റങ്ങൾ വരുത്തുമ്പോൾ അവരുടെ മുഖത്ത് ആ വ്യത്യാസം പ്രകടമായിരിക്കും. കൂടാതെ നമുക്ക് ഈ മുഖക്കുരു അല്ലെങ്കിൽ ഈ സ്കിന്നിലെ ഡാർക്ക്നെസ്സിനൊക്കെ വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റും കൂടി എടുക്കുമ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് തന്നെ ഈ വ്യത്യാസങ്ങൾ മുഖത്ത് കണ്ടുവരും. മുഖക്കുരു, മുഖത്തെ കറുത്ത പാടുകളൊക്കെ ഡോക്ടറുടെ കൺസൾട്ടേഷനോട് കൂടി മാത്രമായിരിക്കും നിങ്ങൾക്ക് ഏതൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് വേണമെന്നുള്ളത് സെലക്ട് ചെയ്യുന്നത്. കൂടാതെ ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മാറി കിട്ടിയാൽ ഇത് നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ കൂടി ഇത് സഹായിക്കും. ഡോക്ടർ കൺസൾട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് PCOD ആണോ അതോ വേറെ എന്തെങ്കിലും അണ്ടർലൈൻ കേസ് ആണോ ഇതിന് കാരണം എന്നുള്ളത് കറക്റ്റായിട്ട് കൺസൾട്ടേഷനും ഡയഗ്നോസിസും കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുക. ഇനി നമുക്ക് PCOD ഉള്ളവർ ഡയറ്റിൽ എന്തൊക്കെ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് നോക്കാം. അവർ തീർച്ചയായിട്ടും കാർബ്സ് നല്ല രീതിക്ക് കുറയ്ക്കണം. ഷുഗർ ഫ്രീ ആയിട്ടുള്ളൊരു ഡയറ്റ് വേണം അവർ എടുക്കാൻ. കൂടാതെ ധാരാളം പഴങ്ങളും പച്ചക്കറികളും അവരവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. കൂടാതെ പൾസസ്, കടല, ചെറുപയറൊക്കെ ധാരാളം എടുക്കുക. പയറുവർഗ്ഗങ്ങളൊക്കെ കഴിച്ചിട്ട് ഒരു ഗ്യാസിന്റെ ബുദ്ധിമുട്ട് വരുന്നവരാണെങ്കിൽ അവർക്കത് മുളപ്പിച്ച് കഴിക്കാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ഓട്സ്, നട്ട്സ്, സീഡ്സ്, മത്സ്യമൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് ജങ്ക് ഫുഡ് തീർത്തും ഒഴിവാക്കുക. അതുപോലെ മൈദ ഉപയോഗിച്ചിട്ടുള്ള പലഹാരങ്ങളും ബേക്കറി ഐറ്റംസ് ഒക്കെ ഒഴിവാക്കേണ്ടതാണ്. പിന്നെ ഇപ്പം നമ്മൾ ചിക്കനോ മീനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ വറുക്കാതെ കറി വെച്ച് ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക. ചോക്ലേറ്റ്, സ്വീറ്റ്സ് ഒക്കെ നിർബന്ധമായിട്ടും ഒഴിവാക്കുക.
കൂടാതെ 7 മുതൽ 8 മണിക്കൂർ വരെയുള്ള ഒരു ഉറക്കം നിർബന്ധമാണ്. കൂടാതെ 30 മുതൽ 45 മിനിറ്റ് വരെ നല്ല രീതിക്കുള്ള എക്സസൈസ്, കൂടാതെ നമ്മളെ ബെല്ലി ഫാറ്റ് കുറയ്ക്കാനുള്ള എക്സസൈസും ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. PCODക്ക് ഇൻറ്റേർണൽ മെഡിസിൻസ് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഡയറ്റും എക്സസൈസും പ്രോപ്പറായിട്ട് ചെയ്യുക. കൂടാതെ ഈ ഒരു സ്കിൻ കണ്ടീഷൻസ് വരുമ്പോൾ അതിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ PCODയുടെ എല്ലാ സിംറ്റംസും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും.